സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ പതിവായി ആക്രമണവും അസഭ്യവർഷവും നടത്തുന്നയാൾ പിടിയിലായി. കൊല്ലം അഞ്ചൽ ഇടയം സ്വദേശി ബിനുവാണ് അറസ്റ്റിലായത്. ഈ ബിനുവിന്റെ ശല്യം കാരണം പുറത്തിറങ്ങാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണെന്ന് പറയുന്നു അവിടുത്തെ നാട്ടുകാർ. കഴിഞ്ഞ ദിവസം ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന സ്ത്രീയെ ബിനു നടുറോഡിൽ വെച്ച് കടന്നു പിടിച്ചു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച അവരെ ആക്രമിച്ചു. സ്ത്രീ റോഡിൽ ബോധം കെട്ട് വീണു. നാട്ടുകാർ ഇവരെ ആശുപത്രിയിലെത്തിച്ചു. നാട്ടുകാർ പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് എത്തി ബിനുവിനെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു. പ്രദേശവാസിയായ ബിനു കുട്ടികൾക്കും സ്ത്രീകൾക്കും നേരെ നിരന്തരം ആക്രമണം നടത്തുന്നയാളാണ്. ഇയാളുടെ ശല്യം രൂക്ഷമായതോടെ നാട്ടുകാർ വീണ്ടും പോലീസിനെ സമീപിച്ചു. പോലീസ് സ്ത്രീയുടെ മൊഴി രേഖപ്പെടുത്തി. ബിനുവിനെ അറസ്റ്റ് ചെയ്തു. കുടിക്കുക, ചീത്ത വിളിക്കുക, കൂടെ പറ്റുക, ഇതൊക്കെ സ്ഥിതി. അങ്ങനെ ഈ പെങ്കൊച്ചിൻ്റെ കൂടെ അത് ബോധം കെട്ടങ്ങ് വീഴും. അപ്പം നാട്ടുകാരെല്ലാം കൂടി കുടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ വീട്ടിലോ ഇവിടെ നിൽക്കാൻ വില ചീത്ത വിളി പൂവും കായും ചേർത്ത് അങ്ങ് വിളിക്കുക. ഇനി വരാതെ ഓട്ടെന്ന് ഞാൻ പറയുന്നു. മകങ്ങൾ സ്വച്ഛത കിട്ടുമോ? ബിനുവിനെതിരെ പീഡനശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. പലതവണ ഇയാൾ സ്ത്രീകളെ വീട്ടിൽ കയറി ആക്രമിക്കാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. കൊണ്ട് മൊത്തം ശല്യമാണ്. അതേ ഉള്ളു, അതേ പറയാനുള്ളു. ശല്യം എന്ന് പറഞ്ഞാൽ പല രീതി. ഈ കാശ് കിട്ടുന്നതോറും ഇവന് അഹങ്കാരം കൂടും. രണ്ട് പിള്ളേരും തള്ളയും അവിടെ കിടക്കുക. ഈ സംഭവം കൂടെ ആയപ്പോൾ ഇവന് ഒരു കുറഞ്ഞ ഒരു 5 കൊല്ലം അകത്ത് കിടന്നവൻ മര്യാദ രാമനായി. അവിടുത്തെ നേരത്തെ കിടക്കുന്നവരൊക്കെ ഓരോ അടിയുണ്ട്. അങ്ങനെ കിടക്കുന്നത് കൊള്ളട്ടെ. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമത്തിൽ നിരവധി കേസുകൾ ഇയാൾക്ക് മേൽ നിലവിലുണ്ട്. പലതവണ റിമാൻഡിലായിട്ടുണ്ട്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷവും അതിക്രമം തുടരുന്നതാണ് ഇയാളുടെ രീതി. നിലവിലെ സ്ത്രീയുടെ പരാതിയിലും ഇയാളെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.